എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ മാധുര ഉച്ചിഹായുടെ പേര് കേട്ട് സാസുക അവൻ ഷോക്കായി നിൽക്കുകയാണ്. അപ്പൊ സാസുക ഞെട്ടിയിട്ട് അപ്പൊ അവനാണോ ലീഫ് വില്ലേജിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പർ? അതിന് സാസുക പറയും അവൻ ഓൾറെഡി മരിച്ചുപോയി, സോ നീ നുണ പറയാണ്. അതിന് ഹിറ്റാച്ചി പറയും നീ വിശ്വസിക്കുന്നോ ഇല്ലയോ, അതാണ് സത്യം. അവൻ ഇപ്പോഴും ജീവനോടുകൂടെ തന്നെ ഉണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം സത്യം അതാരും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ജനങ്ങളെല്ലാവരും അവൻ മരിച്ചുപോയി എന്നൊരു തെറ്റായ അസംഷനിലാണ്. ഞാൻ നിന്നോട് എങ്ങനെയാണോ ഒരു നല്ല ബ്രദറായിട്ട് പെരുമാറിയത്, അതുപോലെ തന്നെ. അപ്പൊ ഒരു സെക്കൻഡ് സാസുകയാവട്ടെ അവൻ ഫ്ലാഷ് ബാക്കില് അവനും ഹിറ്റാച്ചി ആയിട്ടുണ്ടായിരുന്ന നല്ല മെമ്മറീസ് എല്ലാം ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. ഹിറ്റാച്ചി പറയും നിന്റെ യഥാർത്ഥ പവർ അതെന്താണെന്ന് അറിയാനാണ് ഇത്രയും കാലം നിന്നെ ഞാൻ ജീവനോടുകൂടെ വിട്ടത്. അപ്പൊ സാസുക അവന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവന്റെ പപ്പയും അമ്മയും അവന്റെ ക്ലാനിലുള്ളവരെല്ലാവരും അവര് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഒരു സീൻ കാണും. കട്ട് ചെയ്താ ഇപ്പൊ സാസുവയ്ക്ക് കലിപ്പ് കയറി അവന്റെ ചിത്തോരി പവർ എടുത്ത് ഹിറ്റാച്ചി അടിക്കാനായിട്ട് ഇപ്പൊ പാഞ്ഞടുക്കും. പക്ഷെ ഹിറ്റാച്ചി ആവട്ടെ അവനത് നൈസായിട്ട് ഇപ്പൊ ഓപ്പോസ് ചെയ്യും. സാസുക ദേഷ്യപ്പെട്ട് പറയും നിന്റെ പഴയ കളിയൊന്നും ഇനി നടക്കില്ല. എന്റെ ഇത്രയും നാളത്തെ റിവഞ്ച് അത് തീർക്കാൻ പറ്റിയ കറക്റ്റ് സമയമാണിപ്പോ. അതിന് ഹിറ്റാച്ചി ചിരിക്കും. അവൻ പറയും നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഹിറ്റാച്ചി പറയും ഒരിക്കലും എന്റെ കണ്ണിന്റെ മുൻപില് നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ആട്ടെ നിനക്ക് മങ്കിക്കൂ ശരീരം കണ്ണ് അത് ഓപ്പണായോ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞതുപോലെ നീ കൊന്നോ ചോദിക്കുമ്പോ അതിന് സാസുക പറയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ കണ്ണ് വെച്ച് എന്നെ ഓപ്പോസ് ചെയ്യ്. അപ്പൊ ഉച്ചിഹ ക്ലാനിലെ സാസുക ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. അതിന് ഹിറ്റാച്ചി പറയും ഓഹോ നിനക്ക് അത്രയ്ക്ക് വാശിയാണോ, എങ്കിൽ ഞാനും റെഡിയാണെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പൊ ബാറ്റിലിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടില് ഇപ്പൊ സെറ്റ്സു ആവട്ടെ ഇതെല്ലാം നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഹിറ്റാച്ചി പറയും മങ്കിക്കൂ ശരീരം കണ്ണ് അത് നിനക്ക് എപ്പോ കിട്ടുന്നോ അപ്പൊ മുതല് നീ ഡാർക്കിനെ ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങും. ഇതൊക്കെ കേട്ട് ഇപ്പൊ സാസുകയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. അവൻ ചോദിക്കും നീ എന്താടാ പറയണേ? അപ്പൊ ഹിറ്റാച്ചി ചോദിക്കും ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സീക്രട്ട് റൂമിൽ പോയി നീ ആ ബുക്ക് അത് ചെക്ക് ചെയ്തിരുന്നോ? പക്ഷെ സാസുക അവൻ അതിന് മറുപടി പറയില്ല. അവൻ വീണ്ടും ആ ഒരു മാധുരയെ പറ്റി ചോദിക്കും. അവൻ ആരാണ്, എവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു? അതിന് ഹിറ്റാച്ചി പറയും അവനൊരു ഇമ്മോർട്ടലാണ്, മാത്രമല്ല അവനാണ് എന്റെ മാസ്റ്റർ. മാത്രമല്ല നിന്റെ കുട്ടപ്പന്റെ നയൻ ടെയിൽ അതിനെ പോലും തുടക്കത്തിൽ കൺട്രോൾ ചെയ്തത് അവനാണ്. മങ്കിക്കൂ ശരീരം കണ്ണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവന് മാത്രമേ അറിയൂ. അപ്പൊ ഹിറ്റാച്ചി പറയും ആ ഒരു മങ്കിക്കൂ ശരീരം കണ്ണ് അത് ഒരുപാട് തവണ ഉപയോഗിച്ച് എനിക്കിപ്പോ നിന്നെ കറക്റ്റായിട്ട് കാണാൻ പോലും കഴിയുന്നില്ല. ഹിറ്റാച്ചി അങ്ങനെ ഇപ്പോ ക്യാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഹിറ്റാച്ചി ആവട്ടെ അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ സാസുകയ്ക്ക് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു കൊടുക്കും. ഫ്ലാഷ് ബാക്കില് ചെറുപ്പകാലത്തുള്ള മാധുരയും അവന്റെ ബ്രദറും ചേർന്ന് ഇപ്പൊ പൊരിഞ്ഞ അടിയിടി ബഹളം. ഇവര് രണ്ടുപേരും ചെറുപ്പം മുതലേ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയണം തങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ. അതിനുവേണ്ടി അവര് ചെറുപ്പം മുതൽക്ക് തന്നെ ആ ഒരു മങ്കിക്കൂ ശരീരം കണ്ണ് അത് തുറക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അതിനുവേണ്ടി അവര് രണ്ടുപേരും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒരേ സമയത്ത് കൊന്നുകളഞ്ഞു. അവര് പുതുതായിട്ട് ഒരു ടീം പോലും ക്രിയേറ്റ് ചെയ്ത് ആ ടീമിന്റെ നേതാക്കളായി മാറി. മാധുര ഉച്ചിഹയാണ് ആ ഒരു ടീമിലെ മെയിൻ ലീഡർ. അവൻ ആ ഒരു മങ്കിക്കൂ ശരീരം കണ്ണ് അത് ഒരുപാട് ഉപയോഗിച്ച് അവൻ അവസാനം കണ്ണ് കാണാതെയായി. ആ ഒരു മങ്കിക്കൂ ശരീരം കണ്ണിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്കും അത് തന്നെയാണ്. പിന്നീട് അവൻ അവന്റെ കണ്ണിന്റെ പവർ അത് റീഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവസാനം അവന് വേറെ ഒരു വഴിയും ഇല്ലാതെ അവന്റെ സ്വന്തം അനിയന്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്ത് അവൻ അവന്റെ കണ്ണിൽ തന്നെ വെച്ചു. അതിനുശേഷം മാധുരയ്ക്ക് മറ്റൊരു പുതിയ പവർ ലഭിച്ചു. അതാണ് എറ്റേണൽ മങ്കിക്കൂ ശരീങ്കൻ. അത് കേട്ട് ഇപ്പൊ നമ്മുടെ സാസുകയാവട്ടെ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇനി ഒരിക്കലും അവന് കണ്ണ് കാണാതെ ആവില്ല. കാരണം രണ്ട് മങ്കിക്കൂ ശരീരം കിട്ടിയ പിന്നെ ഒരിക്കലും കാഴ്ച നശിക്കില്ല. മാത്രമല്ല ആ ഒരു എറ്റേണൽ പവർ അതും ലഭിക്കും. ഈ ഒരു കാര്യം അറിഞ്ഞ് ഒരുപാട് പേര് അതിന് ട്രൈ ചെയ്തു. പക്ഷെ അവരെല്ലാവരും അതിൽ തോറ്റുപോയി. ആദരാവട്ടെ അവന്റെ എബിലിറ്റി ഉപയോഗിച്ച് ഇപ്പൊ ഓരോ ഗ്രാമങ്ങളെയായിട്ട് പിടിച്ചടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ഷെഞ്ചു ക്ലാനുമായിട്ട് അവൻ കമ്പൈനായി. വർഷങ്ങൾക്ക് ശേഷം ഷെഞ്ചുവിന് അവന് ഹൊക്കാഗെ ആവണമെന്ന് പറഞ്ഞ് അവര് തമ്മില് പിന്നീട് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി. അവസാന ബാറ്റില് ആര് ഹൊക്കാഗെ ആകും എന്ന മത്സരത്തില് മാധുര
അവൻ ദയനീയമായി തോറ്റുപോയി. അതിനുശേഷം ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനാണ് അവൻ അക്കാസ്കി എന്ന് പേരുള്ള ഒരു ടീമിനെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. 16 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു നയൻ ടൈലിനെ ക്രിയേറ്റ് ചെയ്തതും അതിനെ കൺട്രോൾ ചെയ്തതും അവൻ തന്നെയാണ്. പക്ഷെ ലീഫ് വില്ലേജിലെ ഫോർത്ത് ഹൊക്കാഗ ആ ഒരു നയൻ ടൈലിനെ സീൽ ചെയ്തു. ആക്ച്വലി മാതുറ അവനൊരു വിഡ്ഢിയാണ്, അവനെ കഴിഞ്ഞും പവർഫുള്ളും ബുദ്ധിയുള്ളവനും അത് ഞാനാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഹിറ്റാച്ചി അവൻ ചിരിക്കാൻ തുടങ്ങും. എനിക്കും മാതുറയെ പോലെ ആ ഒരു എറ്റേണൽ ശരീങ്ക കണ്ണ് അതെനിക്ക് സ്വന്തമാക്കണം. അതിനുള്ള ഏക വഴി അത് നീയാണ്. നിന്റെ ശരീങ്കം കണ്ണ് അതെനിക്ക് വേണം സാസുക എന്ന് പറഞ്ഞ് അവന് പലരും ആക്ച്വലി ഈ ഒരു ശരീങ്കം കണ്ണിനു വേണ്ടിയാണ് അവൻ ഇത്രയും നാളും സാസുകയെ ജീവനോടുകൂടെ വിട്ടത്. ഹിറ്റാച്ചി പറയും, നീ എനിക്ക് അനിയനായി ജനിച്ചതു മുതൽ എന്റെ കണ്ണ് നിന്റെ കണ്ണിലാണ്, എന്റെ കണ്ണ് അത് നിന്റെ കണ്ണിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഞാൻ തന്നെ സ്വന്തമാക്കുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ സാസുകയുടെ അടുത്തേക്ക് ഹിറ്റാച്ചി വരും. കട്ട് ചെയ്ത സാസുക അവൻ ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. നീ എന്റെ ബ്രദറാണ്, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ കാവൽക്കാരനായി ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാസുക വളർന്നതിന് ശേഷം അവൻ ട്രെയിനിങ് എടുത്തത് അവന്റെ ബ്രദറിനെ കൊല്ലാനായി. അവൻ ഓരോ സെക്കൻഡും അവന്റെ മനസ്സിൽ ആഗ്രഹിച്ചത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ ആലോചിക്കും. കട്ട് ചെയ്ത സാസുക അവനിപ്പോ ഹിറ്റാച്ചിയോട് പറയും, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ഒരു ദിവസം അതിന്നാണ്, എന്റെ റിവഞ്ച് അത് ഞാൻ ഇന്ന് ചെയ്തു തീർക്കുമെന്ന് പറഞ്ഞ് അവൻ സ്റ്റൈലായിട്ട് ഇപ്പൊ ഹിറ്റാച്ചിക്ക് മുൻപിൽ നിൽക്കും. അതിന് ഹിറ്റാച്ചി ചോദിക്കും, അപ്പൊ നീ എന്നെ കൊല്ലാൻ പോവാണോ? എന്റെ മങ്കിക്കു ശരീങ്കം കണ്ണിന്റെ മുൻപില് നിനക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ വീണ്ടും സാസുക പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ഹിറ്റാച്ചി സാസുകയെ കഴുത്തിന് പിടിച്ചു പൊക്കി, നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് നീ ആ ഒരു മങ്കിക്കു ശരീങ്കം കണ്ണ് അത് സ്വന്തമാക്കണം. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് സാസുകയുടെ കയ്യില് ഒരു പ്രത്യേക ടാറ്റു കാണിക്കും. സാസുക പറയും, ഇത്രയും നാളും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച നിന്റെ മരണം അതിന്ന് ഞാൻ നടപ്പാക്കും. സാസുക കയ്യില് ഇപ്പൊ ഒരുപാട് ഷുരീങ്കൻ എടുത്ത് അറഞ്ചം പൊറഞ്ചം ഇപ്പൊ ഹിറ്റാച്ചിക്ക് നേരെ വലിച്ചെറിഞ്ഞ് അവര് തമ്മില് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. ഹിറ്റാച്ചി ആവട്ടെ അവൻ മങ്കിക്കു ശരീരം കണ്ണുവെച്ച് ഇപ്പൊ സ്പീഡിൽ ഫൈറ്റ് ചെയ്യാണ്. ഹിറ്റാച്ചി അവന്റെ ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കത്തി ഉപയോഗിച്ച് സാസുകയെ വെട്ടും. പക്ഷെ സാസുക ആവട്ടെ അവൻ ഒറോച്ചിമാറുവിന്റെ സ്നേഹിക്കിനെ അവന്റെ ചുറ്റും കൊണ്ടുവന്ന് ഇപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യും. സാസുക ഉടനെ ഷുരീങ്കനും ചിത്തോറിയും കമ്പൈൻ ചെയ്ത് ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വരും. അവനാവട്ടെ ഒരു കത്തി വെച്ച് അതിനെ തടയും. പക്ഷെ ഹിറ്റാച്ചി അവൻ ടെലിപോർട്ടിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഇപ്പൊ അവനെ തട്ടിത്തെറിപ്പിച്ച് സാസുകയെ കാലേ വാരി ഇപ്പൊ നിലത്തട്ടിക്കും. ഹിറ്റാച്ചി അവന്റെ കൈ പിടിച്ച് മടക്കി അവന്റെ കണ്ണിന്റെ അടുത്തേക്ക് അവന്റെ വിരൽ ചൂണ്ടും. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്റെ കണ്ണ് അതിപ്പോ ആവശ്യമാണെന്ന് പറഞ്ഞ് സാസുകയുടെ കണ്ണ് അതിപ്പോ എടുക്കാൻ തുടങ്ങും. അതിന് സാസുകയാവട്ടെ അവൻ നോ എന്ന് പറഞ്ഞ് അലറിക്കാറുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.